ഞാനിവിടെ 2 കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന്, ദുരന്ത ഭൂമിയിൽ സ്വന്തം വീടിനടിയിൽ സൂക്ഷിച്ചു വെച്ച സ്വർണവും പൈസയൊക്കെ പോയി ഇനി ലൈഫിൽ ഒന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ ഒരാൾ വളരെയധികം സങ്കടപ്പെട്ട് അയാളുടെ സങ്കടം വിളിച്ച് പറഞ്ഞൊരു വിഷ്വൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹം ഈ ഒരു ദുരന്തം നടന്ന സമയത്ത് ഫാമിലീനെ ഫുള്ള് കൂട്ടിപ്പിടിച്ച് രക്ഷപ്പെട്ട് അവിടുന്ന് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എന്താ, വീട് അവിടെ പൊളിഞ്ഞ് വീണാലും അതിനടിയിൽ താൻ സമ്പാദിച്ചു വെച്ച സ്വർണവും പൈസയും കാണും, തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്നാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് വീടിനടിയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി JCB കൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ തട്ടി മാറ്റുന്ന ഒരു സമയത്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ സ്വർണവും പൈസയും മിസ്സിങ് ആണ് എന്നുള്ള ആ ഒരു സങ്കടം കൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നതായിട്ട് കണ്ടു. ഓക്കെ, അതിനടിയിൽ കുറേ പേരിട്ട് അദ്ദേഹത്തിന് പോയി കുറേ കമൻറ്റിൽ നിനക്ക് ജീവൻ കിട്ടിയില്ലേ, സ്വർണവും പൈസ ഇനി ഉണ്ടാക്കിക്കൂടെ. പോയവൻ അതിൻ്റെ വിഷമം കാണും, മനസ്സിലായോ? ആ വിഷമവും സങ്കടവും കൊണ്ടാണ് അയാൾ ഉണ്ടാക്കിയ വീടും പോയി, അതിനുള്ളിലുണ്ടായ സ്വർണവും പൈസയും പോയി, ഒന്നുമില്ല. സീറോയിൽ വന്ന് റോക്ക് ബോട്ടത്തിൽ വന്ന് വീഴുമ്പോണ്ടല്ലോ, ഭയങ്കര പാടാണ് ആ കാര്യം. ഓക്കെ, താഴേക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ തേവി ഇനി ഉണ്ടാവുക പേടിച്ചിട്ട് എന്താക്കി ഒന്നും കൂടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ നിന്നു. അപ്പുറത്തെ വീട്ടുകാരുണ്ടായിരുന്നു വീട്ടിൻ്റെ മുകളിൽ. അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞ് 4 മണിക്കാണ് ശരിക്കും ഒന്നായിട്ട് വരുന്നത്. മുമ്പത്തെ വീട് എല്ലാം ഞങ്ങളെ മേട്ടിലേക്ക് അടിച്ചു തെറിപ്പിച്ച് വന്നു. എന്നാലും ഞങ്ങൾ വീടിൻ്റെ മുകളിൽ എന്താ പറയുക, തൂണിലും പിടിച്ച് അങ്ങനെ നിന്നു മാത്രമല്ല, ഞങ്ങൾ വീടെല്ലാം തകർന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക, ഇടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി. പക്ഷേ മൊത്തത്തിൽ എന്താ പറയുക, നമുക്ക് അത് ഓരോ പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു പിന്നെ വന്ന് നമുക്ക് എടുക്കാമെന്ന്. വീടിൻ്റെ മുകളിൽ കാപ്പിയും മുളകും എല്ലാം ഉണ്ടായിരുന്നു. അത് ഈ സമയത്ത് പറയാൻ പാടില്ല, പക്ഷെ എന്നാലും പറയാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഇല്ലാത്തതുകൊണ്ടാണ് പറയണത്. ആ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇപ്പോൾ നോക്കി മറ്റേ മണ്ണ് ഇത് JCB കിട്ട് നിരത്തിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരോട് ചോദിക്കും? സ്വർണ്ണം അതുപോലെ 10-60 പവൻ്റെ സ്വർണ്ണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ 6-7 ലക്ഷം രൂപ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു, അതും ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ എന്താ പറയുക, രേഖകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, മൊത്തം എന്താ ചെയ്തെന്ന് അറിയാം. ഇപ്പോൾ ഇവർ റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കൊക്കെയോ ഇവിടെ അടുത്തുള്ള ആർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞത്. നമുക്കൊന്നും ആരും തന്നിട്ടില്ല. എന്തെങ്കിലും തരിക. കാരണം ഞങ്ങൾ 1 രൂപ എന്താ പറയുക, മറുതുണിക്ക് ഒരു തുണി ഇല്ലാത്ത രീതിയിലാണ് ഇവിടുന്ന് പോയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു ഇതില്ല. എന്താണ് പറയേണ്ടത്? സാറേ, ജീവൻ കെട്ടി ഞാൻ ചോദിക്കട്ടെ, ജീവൻ കെട്ടിട്ട് ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും? സാറേ, ജീവൻ കിട്ടാറ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട ഞങ്ങളെ ജീവൻ കിട്ടിയിട്ടുള്ളത്. ജീവൻ കിട്ടിയാറ മരണം ഞങ്ങൾ മുമ്പ് കണ്ടത്. ആദ്യത്തെ പൊട്ടലിൽ വീട് ഞാൻ വാതിൽ തുറന്ന് വീട്ടിനുള്ളിലോട്ട് വെള്ളം കയറി. പിന്നെ മക്കളെ അച്ഛനും അമ്മയും എല്ലാവരും എടുത്ത് വീടിന്റെ മുകളിലേക്ക് കയറി. ആ ഓരോ പൊട്ട് വരുമ്പോഴും ഞങ്ങൾ വീടിന്റെ മുകളിൽ ആ തൂണ് പിടിച്ച് അച്ഛൻ്റെ മേത്ത് തൂണൊക്കെ മറിഞ്ഞു. മൊത്തം അതിലൊരു കയറിപ്പിടി ഉണ്ടായത്. അവളുടെ മേത്തും എല്ലാം മറിഞ്ഞതാ, കുഞ്ഞുങ്ങളുടെ മേത്ത് എല്ലാം മറിഞ്ഞതാ. എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു. ഞങ്ങൾക്കുള്ള ഇത് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന്. കാട്ടി വെച്ചിട്ടുള്ള കോലം നോക്ക്. ഞങ്ങൾ എന്താ സാറേ, ഞങ്ങൾക്ക് ഇനി 1 രൂപ പോലും കയ്യിലെടുക്കാനില്ല. 1 രൂപ പോലും കയ്യിലെടുക്കാനില്ല സാറേ. എന്നിട്ട് ഞങ്ങളെ വീടിന്റെ കോലം കണ്ട എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹിറ്റായി. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ആ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അവിടെ കണ്ടവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആ ഭാഗത്ത് നിന്ന് കിട്ടിയത് നിങ്ങളെ അടുത്തുള്ള ഓഫീസുകളിൽ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്തായാലും ഒന്ന് ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും അദ്ദേഹത്തിന് അതൊരു ഭയങ്കര ഒരു ലിഫ്റ്റാവും നമ്മളതിനകത്ത് നിന്ന്. ഓക്കെ, എന്തെങ്കിലും കിട്ടി എനിക്ക്, ഓക്കെ ഇനി ഇത് വെച്ചിട്ട് തുടങ്ങാന്നുള്ളൊരു ആ ഒരു സാധനം കിട്ടും. ഒരു ഇത് ഭയങ്കര ഒരു പുഷ് കിട്ടുന്ന തന്നെ ഒരാൾക്ക് ലൈഫിൽ ഭയങ്കരമാണ്. എല്ലാം പോയി ഡൺ ആൻഡ് ഡസ്റ്റഡ് ആവുന്ന സിറ്റുവേഷൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇയാളുടെ ലൈക്ക് എന്താ പറയുക, ആ ഒരു സങ്കടവും ആ പറച്ചിലിനൊക്കെ ആളുകൾ വേറെ രീതിയിൽ കമൻറ്റ് ബോക്സിൽ
പറയുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് അത് ഹേർട്ടായി. സോ അത് പറയാതിരിക്കാൻ, നമുക്ക് ആ സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബാഡ് ആൻഡ് വേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ എല്ലാം നഷ്ടപ്പെട്ടവർ, ഓക്കെ, ജീവനടക്കം ഒന്നുമില്ല ഈ ഭൂമിയിൽ, അവരുണ്ടെന്നോ അല്ലെങ്കിൽ അവരുണ്ടായിരുന്നു എന്നുള്ളതിന് ഒന്നുമില്ലാത്ത രീതിയിൽ ഒരുപാട് ജീവനുകൾ അങ്ങനെ പോയി. കുറേ പേരൊക്കെ ഈ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു പ്രിക്വേഷൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് മാറ്റി ഒരുപാട് പേരെ. അപ്പോൾ അവരുടെയൊക്കെ വീടുകൾ കാലിയായി. ഓക്കെ, പിന്നെ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കുറേ കള്ളന്മാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെ പോയ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയ ആളുകൾ പൊന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ വയ്ക്കാം. അവരെ കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയും, ഓരോ സ്വർണവും, ഓരോ വാല്യുബിൾ, ഓരോ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റും കൃത്യമായിട്ട് അവിടെ ഏൽപ്പിക്കുന്ന മുത്തുപോലത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്ത ആളുകളുണ്ട്. ാണ് ഞങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് ചെന്ന് കയറാൻ കഴിഞ്ഞത്. അവിടെ ചെന്ന് ഞങ്ങൾ വീടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണിത്. അപ്പോൾ കിട്ടിയപ്പോൾ ഇത് ഉത്തരവാദിത്തത്തോടു കൂടെ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് ഞങ്ങൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ്. പൊതുവെ രക്ഷാപ്രവർത്തകരോടൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഇതേപോലെ എന്തെങ്കിലും വീട് കിട്ടുന്നതെന്നൊക്കെ ഒരുപാട് കുപ്രചരണം. അത് അപൂർവം ചില ആളുകൾ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരെയും നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നത്. മിനിയാന്ന് വന്ന ആളുകളുണ്ട്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ച് ജീവൻ പണയം വെച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കുക, പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സത്യസന്ധരായിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയൂ. ഇവരിപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം സജ്ജീകരിച്ച ഒരു കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിരവധിയായ ആഭരണങ്ങൾ ഒരുപക്ഷെ ജീവിതാധ്വാനം കൊണ്ട് ഇക്കാലം കൊണ്ട് നേടിയെടുത്ത ഒരു സമ്പത്തായിരിക്കാം. ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആഭരണങ്ങൾ കണ്ടുകിട്ടുകയായിരുന്നു സെർച്ചിനിടയിൽ. അത് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. സാർ, എന്തൊക്കെയാണ് അതിലുള്ളത്? സാധനങ്ങൾ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കില്ല. ഇവിടെ വന്നപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അതിനകത്ത് കുറച്ച് മാല ഉണ്ടായിരുന്നു, നെക്ലസ്, പിന്നെ കമ്മൽ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവർ ഏൽപ്പിച്ചപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചൂരൽമട സ്കൂളിൻ്റെ പുറകിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ തന്നെ സെർച്ച് ടീം കൺട്രോൾ റൂമിൽ എത്തുകയും, അപ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ ഇവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർ. ഒരു വീട് തകർന്ന ഒത്തിരി ഫർണിച്ചറുകളുണ്ട്, അതോടൊപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരിവിടെ എന്തൊക്കെയോ ശേഖരിക്കുന്നുണ്ട്. ഒരു കവറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ഒരു വീടിൻ്റെ മുകളിലാണ്. നമുക്കിവിടെ കുറച്ച് സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഈ വീടിൻ്റെ രേഖകൾ അലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ID കാർഡ്, ATM കാർഡ്, പിന്നെ പൈസ, ഒരു കവറിൽ അങ്ങനെ പൈസ ഉണ്ട്. ആ പൈസയും മൊത്തം രേഖകളുണ്ട് നമ്മൾ ഈ കവറിൽ നിക്ഷേപിച്ചിട്ട്. ഇതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാനാണ് ഇവിടുത്തെ നാട്ടുകാർ മുഖേന. ഇത് കാര്യമായിപ്പെട്ടൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാം. നമ്മൾ ഈ വീഡിയോ സഹിതം ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് ഏൽപ്പിക്കാം. സഹിതം തന്നെ ഏൽപ്പിക്കാം. അവരെ കൂടി ചോദ്യചിഹ്നത്തിൻ്റെ മുൾമുനെ കൊണ്ട് നിർത്തുന്ന രീതിയിൽ കള്ളത്തരം കാണിക്കാൻ കുറേ കള്ളന്മാരും കൂട്ടത്തിൽ കയറിപ്പോയി എന്ന് അറിയുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യമാണ് വരുന്നത്. പോലീസുകാർ എന്താണെങ്കിലും ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. കാരണം ഇന്നിപ്പോൾ കണ്ടൊരു ന്യൂസാണ്, വീടൊക്കെ കുത്തി തുറന്ന് സ്വർണം, പൈസ, ഡ്രസ്സൊക്കെ എടുത്തു കൊണ്ടുപോവുക. ഇവനൊക്കെ ഏത് ഗതികെട്ടവനാണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കഷ്ടം. ഇങ്ങനെയുള്ള കള്ളന്മാരെ കൈ കിട്ടിയുണ്ടല്ലോ, പോലീസുകാർ ശരിക്കും നിയമപരമായിട്ട് വിടുന്നത്. അങ്ങനെയാ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കണം. അവർ തീർത്തോളം ബാക്കി ഐറ്റങ്ങളാ. ഇതിനിടയിലും പറയിപ്പിക്കാൻ വേണ്ടി കുറേ കള്ളന്മാർ. എന്തോ വാടകയത്, എന്തുവാ ഇത്? ഞങ്ങൾക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് എൻ്റെ ഏട്ടനാണ്. ഈ ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും അവിടെ നിന്ന് മാറി താമസിച്ചു. ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഒന്നും ഇട്ടെടുത്തില്ല, വീട് ലോക്കാക്കി പോയതാണ്. ഇപ്പോൾ വീട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ട്. മിഞ്ഞാന്ന് വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ റിസോർട്ടിൽ ഓടിയതാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിസോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കണേ. അപ്പോൾ നമ്മളാരും ഇപ്പോൾ വീടും കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പല ആളുകളും പുറത്തുള്ള ആളുകളാണ് ഇവിടെ ഓരോരോ വീടുകൾ കയറി നടക്കുന്നുള്ളത്. അന്ന് രാത്രി തന്നെ ഈ അപകടം നടന്നു. ഇവിടുന്ന് കുട്ടികളൊക്കെ രക്ഷിച്ച് 3 പേര് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മരിച്ചുപോയി. താഴത്ത് വീടുണ്ടായിരുന്നു. ഒരു 40 ദിവസമായ ഒരു പ്രായമുള്ള ഒരു കുഞ്ഞും അതിന്റെ തള്ളയും അതിന്റെ ഒരു മോനെയും രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയത്. പിന്നെ ഇവിടെ ഒരു 100-100 പേരോളം നമ്മൾ വീടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി. അപ്പോൾ നമുക്ക് കറണ്ടും വെള്ളവും ഇല്ല. അത് മിസ്സായതുകൊണ്ട് നമ്മൾ മോന്റെ വീടിന്റെ ഇവിടെ അവിടേക്ക് പോയി. അവിടുത്തെ താമസം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 പൂച്ചയുള്ള കാരണം അവർക്ക് 3 നേരവും ഭക്ഷണം, നമ്മളെ കുഞ്ഞുങ്ങളെ പോലുള്ള ആണല്ലോ. അപ്പോൾ അവർക്ക് 3 നേരം ഭക്ഷണം കൊടുത്ത് ഉച്ചക്കും രാവിലെയും കൊടുത്തു. അപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു വഴിക്ക് പോകാണ്ട്, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ
വന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഞാൻ 1 മണിക്കൂർ മുമ്പ് വന്നു, ഒരു 1:30ക്ക് 2 മണിക്കായിട്ട് ഞാൻ വന്നതാ. വന്ന് ഭക്ഷണം കൊടുത്ത് പോയി ലോക്ക് ചെയ്ത് പോയതാ. ഇപ്പം ഞാൻ വീണ്ടും വന്നപ്പോണ്ട് വാതിൽ തുറന്നു കിടക്കുന്നത്. മേപ്പാടി എന്ന സ്ഥലത്ത് സ്കൂളിലാണ് എല്ലാവരും താമസിക്കുന്നത്. പക്ഷേ രാത്രി കാലങ്ങളിൽ മോഷണം നടക്കാൻ അതിൻ്റെ കാര്യമായ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ ഇന്നലെ രാത്രി 2 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സ്വന്തം കിടക്കുകയായിരുന്നു. കതവ് വന്ന് മുട്ടി, പക്ഷെ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ കതവ് തുറന്ന് അവർ അലമാറയെല്ലാം വലിച്ച് എല്ലാം നോക്കിയതിന് ശേഷം അവർ പോയിട്ടുണ്ട്. വ്യാപകമായി മോഷണം അപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. പോലീസ് മറ്റുള്ള നടക്കുന്നുണ്ടോ? വ്യാപകമായ മോഷണം നടക്കുന്നതാണ്. സാറുമാർ നല്ല ശ്രദ്ധിക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. കിട്ടിയാലേ പഠിക്കൂ. അതുകൊണ്ട് ഈ പരിപാടി കാണിക്കുന്നവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസുകാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കൊടുത്തോ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇട്ട് കൊടുത്തോ. ഇനി മേലാൾക്ക് ഈ പണി കാണിക്കരുത്. അത്രയും ദുരന്തം നടന്ന സ്ഥലത്തു നിന്നൊക്കെ സ്വർണവും പൈസയും ഡ്രസ്സൊക്കെ അടിച്ചു ഡ്രസ്സൊക്കെ അടിച്ചു മാറ്റാനുള്ളൊരു മനസ്സാലോചിച്ച് നോക്കുന്നത്. അതും അവിടെയുള്ള ആളുകൾ അവർ പറയുന്നത് അവരവിടുന്ന് ഒഴിപ്പിച്ചതാ. അപ്പം അവർ തിരിച്ചു വരുമ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ സാധിക്കണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ ഒന്നിച്ച് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഓക്കെ, ഒറ്റക്കെട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള കള്ളന്മാരെയും പിടിക്കാൻ പറ്റും. പിടിക്കുക, കമൻ്റ് ഇട്ടവന്മാരെ പിടിച്ച് കൊടുത്തില്ലേ, സെയിം പിടിക്കുക, കൂട്ടിക്കുക, അത്ര തന്നെ. അല്ലാതെ ഇതിലൊന്നും വേറെ ഒന്നും നോക്കാനൊന്നുമില്ല.